പാദമുദ്ര എന്ന പടത്തില് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് മോഹൻലാൽ സാറിനെ കൊണ്ട് പാടിപ്പിച്ച ഈ ഒരു ഭജനപ്പാട്ട് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി എന്നുള്ള പാട്ട് അത് കൂടാതെ ഒരു സ്തോത്രം മോഹൻലാലിനെ കൊണ്ട് അന്ന് 1988 മാഷ് പാടിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വല്ലാത്തൊരു അനുഭവം. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് അങ്ങോട്ട് ഈ അഭിനയിക്കുന്ന കാര്യത്തിൽ ഒരു ചക്രവർത്തി തന്നെയാണ്, സംശയമില്ല. ആ നമ്മള് ആ ഭജനപ്പാട്ട് ഉണ്ടാക്കിയ ആ രംഗം കാണുമ്പോൾ മനസ്സിലാവും. അതാൾ അവതരിപ്പിക്കുന്നതും പാടുന്നതും യേശുദാസിന്റെ പാടിയ പാട്ട് ഇങ്ങനെ അത് പാടി അഭിനയിക്കുന്നത് കണ്ടാൽ ആ രീതിയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതില്ല അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മാഷേ, മാഷെ പുറത്തിറങ്ങാതെ പോയ പാട്ടുകൾ കുറെ ഉണ്ട് മാഷേ. അല്ലേ? ഈ സിനിമയിൽ കാണാൻ കൊതിച്ചിട്ടുള്ള പാട്ടുകൾ, അതിലെ കുറച്ച് പാട്ടുകളൊന്നും ഇമ്പോർട്ടന്റ് പാട്ടുകളൊന്നും. അതില് ഈ ആകാശപ്പറവൾ എന്നുള്ള സിനിമയുണ്ട്. അതെ, അതില് ONV സാറിന്റെ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. ആരുതി എൻ വഴിയോരത്ത് നിൽക്കുന്ന പേരറിയാത്തൊരു പൂ പോലെ ദാസേട്ടൻ പാടിയിട്ടുള്ളത്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. അത് കാണാൻ കൊതിച്ചു. എറണാകുളത്തെ പടത്തിലെ പാട്ട് സൂപ്പർ ഹിറ്റാന്ന് ജനങ്ങളൊക്കെ പറയും. പക്ഷേ വീണപ്പൂവ് എന്ന് പറഞ്ഞ പടത്തില്, അതായത് അമ്പിളി സംവിധാനം ചെയ്തിട്ട് ശ്രീകുമാരൻ തമ്പി രചിച്ചിട്ടുള്ള പാട്ട് നഷ്ടസ്വർഗങ്ങളെ എന്നുള്ള പാട്ട്, അത് മെലഡിയുടെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയൂ മാഷെ. ആ പാട്ട് ഒരു എന്താ പറയാ, ജനങ്ങൾ സ്വീകരിച്ചു. തമ്പി സാറിന്റെ അതിഗംഭീരമായിട്ടുള്ള വരികൾ. നഷ്ടസ്വർഗങ്ങൾ എന്നുള്ള പാട്ട് അദ്ദേഹം മദ്രാസിന്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടുന്ന് പോയി മദ്രാസി എന്ന ആള് അവിടെ ഇരുന്ന് ഈ വിശകലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മൂഡ് പറഞ്ഞപ്പോൾ അവർ ഊണ് കഴിക്കുന്ന സമയത്ത് കുറച്ച് 4 വരികൾ എനിക്ക് ടെലിഫോണിൽ തമ്പി സാർ എന്നെ വിളിച്ചു. ഇവിടെ അയാൾ നമ്പർ കൊടുത്തിട്ട് വിളിപ്പിച്ചു. വിദ്യാധരൻ ഒരു 4 വരി ഞാനൊന്ന് പറയാം, ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ വയലും കടലാസൊക്കെ എടുത്ത് എഴുതി. നഷ്ടസ്വർഗങ്ങളെ, നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭക്തസിംഹാസനം നൽകി. ഓ, അതിഗംഭീരമുണ്ട് സാറേ, അത് എഴുതിക്കോളൂ. അതൊന്നും വെച്ചൊന്നും പ്ലാൻ ചെയ്തു. ബാക്കി നാളെ രാവിലെ ട്രെയിനിൽ വരുന്നു. എനിക്കേ ഫോൺ വെച്ചു. പിന്നെ ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് സൂര്യ ഇന്റർനാഷണൽ ഹോട്ടലിൽ കമ്പോസിങ് ഈ വരികൾ കിട്ടി. അന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവാ. ദാസേട്ടൻ സ്ട്രേറ്റ് പാടുന്ന പാട്ടാ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ പിറ്റേ ദിവസം മദ്രാസ് ട്രിവാൻഡ്രം മെയിലില് ഈ പാട്ട് വരും. അപ്പൊ പെട്ടിയായിട്ട് ഞാനവിടെ നിൽക്കുക. ഈ പാട്ടിന്റെ കടലാസും വാങ്ങിയിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് അതേ വണ്ടിയിൽ കയറുക. ഇതായിരുന്നു ഇവിടുത്തെ അറേഞ്ച്മെന്റ്. ഞാൻ ഈ വരി വെച്ചിട്ട് 4 വരി വെച്ചിട്ട് കുറേ അതിൻ്റെ മോള് കുറേ നോക്കും, അടച്ചു വയ്ക്കും, പിന്നെ അത് നോക്കും. ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം ഈ ട്രെയിൻ വരുമ്പോൾ ഈ മറ്റുള്ള ആ പാട്ട് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള കവർ എനിക്ക് തന്നു. അതുകൊണ്ട് ട്രെയിനിൽ കയറി ബർത്ത്ഡേ നിന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത്? ദാസേട്ടൻ പാടണ്ടേ. തരണിയിൽ പോയപ്പോൾ ഹാർമോണിയൻ്റെ അവിടെ ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാരൻ്റെ ഒരു VC പറഞ്ഞ ഒരാളുണ്ട് നമ്മുടെ സുഹൃത്ത്, ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന. ദാസേട്ടൻ ഇവിടെ 10-15 കൊല്ലം ഉണ്ടായിരുന്ന ആള്. ഇന്നും അതേ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു. ജോർജേ, നമുക്കിങ്ങനെ ഒരു കാര്യം വാന്ന് പറഞ്ഞു വിളിച്ചിട്ട്. അങ്ങനെ ഹാർമോണിയൊക്കെ വെച്ചിട്ട് ഈ സാധനം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മെലഡിയൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ അതൊക്കെ എഴുതിയിട്ടാക്കി കോഴ്സൊക്കെ ചെയ്ത് എന്തിനു പറയണോ ഈ പാട്ട് ദാസേട്ടൻ പിറ്റേ ദിവസം ദാസേട്ടൻ പാടുക. അതിലൊരു രസികത്വം എന്ന് പറയുന്നത്, ഈ പാട്ട് പാടുമ്പോൾ ഞാനും ദാസേട്ടനും കൂടിയാണ് പാടുന്നത്. മൈക്കിൻ്റെ മുമ്പിൽ ഈ ദാസേട്ടനും ഞാനും ചേർന്ന് പാടുക. കാരണം ഇത് പറഞ്ഞ് പഠിച്ച് പിന്നെ അത് ഓർമ്മയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ടേക്കടി കുറവരില്ലേ. അപ്പോൾ ഞാൻ പാടുന്നതിൻ്റെ ഒപ്പം ആൾ പാടുക. അപ്പോൾ ആൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നതും മറക്കില്ല.
ആള് പാടുമ്പോൾ ഞാൻ പാടുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുകയില്ല, സംശയമില്ലല്ലോ. അദ്ദേഹം ഹം ചെയ്താൽ പിന്നെ നമ്മുടെ ഒന്നും എത്ര ഓളിത്താലും കേൾക്കില്ല നമ്മള്. അല്ല അതാണ്. അപ്പൊ ഞാനും ദാസോടും കൂടി നിന്നാണ് ആ പാട്ട് പാടും, ഒരുമിച്ച് പാടി. എന്തിനു പറഞ്ഞു അത് കഴിഞ്ഞപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ മെലഡി. എന്തൊരു സുഖമായിട്ട് ആ പാട്ട് വന്ന്. അല്ല അത് ജനങ്ങൾ സ്വീകരിച്ചു. ആ സിനിമയിൽ അത് അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദേവരാജൻ മാസ്റ്ററെ കുറിച്ചും അർജുൻ മാഷെ കുറിച്ചും അവരുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച്, അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയണം മാഷെ. ദേവരാജൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഗീതമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദേവരാജൻ മാഷ് എന്ന് പറയുന്ന മഹാന്റെ സമ്പ്രദായം വളരെ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വിപ്ലവ ഗാനങ്ങളും നാടകഗാനങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചുന്ന പാട്ടുകളുടെ പരിശോധന എന്ന് പറയുന്നത് ഈ സാഹിത്യവും സംഗീതവും കൂടിച്ചേരുന്നൊരവസ്ഥ. അത് 100% ദേവരാജ മാഷെ പോലെ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. പിന്നെ വേറൊന്ന്, ഈ മലയാള സംഗീത സിനിമ ശാഖയ്ക്ക് ഒരു രൂപം, ഒരു പാറ്റേൺ ഉണ്ടാക്കി തന്നത് ദേവരാജ മാഷാണ്. ഒരു ചിട്ട ഉണ്ടാക്കി. സംഗീത രംഗത്ത് സിനിമാ സംഗീതമാകട്ടെ, സംഗീതമാണെങ്കിൽ അതിനൊക്കെ പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഫോർമാറ്റും ഉണ്ടാവണം. അതൊരു പാറ്റേൺ ഉണ്ടാക്കി തികച്ചും അങ്ങോരാണ് അതിന്റെ ഗുരു. അപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ നാട് വിട്ടു പോവുക അങ്ങോരെ കാണാൻ, മനസ്സിലായോ? അപ്പൊ ആ കണ്ടെത്തിയ സമയവും അദ്ദേഹം എന്നെ മനസ്സിലാക്കിയതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഉപദേശങ്ങളും ഒരു 6-7 മാസം, കഷ്ടി 9 മാസത്തിൽ താഴെ എന്ന് പറയാം, ഞാനവിടെ മദ്രാസിൽ നിന്നിരുന്നു. പാട്ട് പാടിക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയായിട്ട് നിരന്തരം മൂപ്പര് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുക, എന്നിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കോറസ് പാടിപ്പിക്കുക, പരിശോധന അതൊക്കെ ചെയ്തപ്പോൾ അങ്ങോട്ട് വഴിയിൽ കൈ കെട്ടി നിന്നിട്ട് മനസ്സിലാക്കാനും ആ മഹാന്റെ അനുഗ്രഹങ്ങൾ അങ്ങേരെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കി കാണാനും അത് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു വഴിയുടെ ബ്ലെസ്സിങ് എനിക്കുണ്ടെന്നുള്ള വിശ്വാസം എനിക്ക്. അർജുന മാഷായിട്ടുള്ള സൗഹൃദം പിന്നീടാണ്, അതിന് ശേഷമാണ്. പിന്നെ ആഷ് ഉണ്ടാക്കുന്ന പാട്ട് എന്നെ പഠിപ്പിക്കുക, ഞാൻ 2-4 മണിക്കൂർ നേരത്തെ മ്യൂസിക് എന്നെ പഠിപ്പിക്കുക, ഹാർമോണിയം വായിച്ചിട്ട് അത് പാടുക, എന്നിട്ട് പരിപാടികൾക്കൊക്കെ പോയി വേദിയിൽ പാടുക, വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കണ്ട് കേട്ട് വരികൾ ഉണ്ടാക്കുന്നതും പാട്ടുണ്ടാക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഒരു വലിയൊരു സംഭവം ഉണ്ടായി അർജുന മാഷ ആയിട്ടാണ്. അതാണ് എൻ്റെ കാണപ്പെട്ട ഗുരുനാഥൻ ഇപ്പോഴും. പിന്നെ എന്താ സംശയം, ദേവരാജ മാഷ് മാനസ ഗുരു. അതങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വഴിയിലേക്ക് പോകാനുള്ള ആഗ്രഹം വന്നതും. മന്ദഹാസ പുഷ്പങ്ങളിലെ മധുകണങ്ങൾ മായുകയോ, മനസ്സിൽ കരലൊഴിഞ്ഞതാരോ മാലയ നിലാവേ, മാലയക്കുടനിലാവേ. മന്ദഹാസ പുഷ്പങ്ങളിലെ മധുകണങ്ങൾ മായുകയോ, മനസ്സിൽ കനലൊഴിഞ്ഞതാരോ മാലയ നിലാവേ, മന്ദഹാസ പുഷ്പങ്ങളിലെ. മാഷേ, ഇപ്പൊ നമ്മുടെ മുല്ലനേഴി മാഷായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. കുറെ ഗ്രാമീണ ഗാനങ്ങള്, നാടൻ പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല, റേഡിയോന്റെ, ദൂരദർശന്റെ, അതേമാതിരി കവിതകള് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമാക്കി അത് എന്തുകൊണ്ടെന്നാൽ യേശുദാസ് പാടുന്നു, സുജാത പാടുന്നു, അങ്ങനെ തരങ്ങണിക്ക് വേണ്ടി ചെയ്തതാണ് ലോകമെമ്പാടുള്ളവർ കേട്ടത്. മുല്ലമാഷായിട്ടുള്ള ബന്ധം പറയുമ്പോൾ ഇതിങ്ങനെ മുന്നിൽ നിൽക്കുക, കാരണം അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. മാഷയുടെ ഒരുപാട് പാട്ടുകൾ റേഡിയോയിലും മറ്റ് കവിതകളായിട്ട് ഞാൻ വളരെ ചെയ്തിട്ടുണ്ട്. മാഷായിട്ടുള്ള ബന്ധം ഞാനവിടെ മടക്കില്ല, എൻ്റെ വീട്ടിലേക്ക് ആൾ വരിക, ഞങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടെന്ന് സംസാരിക്കാതെ തരിക,
ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു വല്ലാത്ത ബന്ധമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ആ ഗ്രാമീണ ഗാനങ്ങളൊക്കെ ഈ ബന്ധത്തെ കുറെ കൂടി അടുപ്പിച്ചു കൂടുതൽ. ഈ തെക്കന്ന് വന്നാലും വടക്കുന്ന് വന്നാലും പാണ്ഡ്യാലക്കടവും വിട്ട് പുഞ്ചവയിൽ ചെറിയ തോറ്റംപാട്ട്, കെ മാനത്തെ മലമേലെ കേൾക്കുന്നൊരു തമരടി, പുഞ്ചവയിൽ ചിറയുറക്കണ തോറ്റംപാട്ട്, നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്, പാട്ടിന് താളമാടിക്കിണ് വാളത്തിൽ പുളിയന്റെ കരട്, കരളിന്റെ കരളിൽ പാട്ട് നെയ്യണ് തങ്കക്കിനാവ്, പുഞ്ചവയിൽ ചിറയുറക്കണ തോറ്റം പാട്ട്, നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്, പാട്ടിന് താളമാടിക്കിണ് വാളത്തിൽ പുളിയന്റെ കരട്, കരളിന്റെ കരളിൽ പാട്ട് നെയ്യണ് തങ്കക്കിനാവ്. മാസ്റ്റർ കുടുംബത്തെ പറ്റി, ഭാര്യ, മക്കൾ എന്നിവരെ പറ്റി പറയണം മാഷെ. എൻ്റെ ഭാര്യ കുടുംബിനിയാണ്. 2 മക്കള്. ഭാര്യയുടെ പേര് ലീല. മക്കള് സംഗീത മൂത്തവള്, സജിത്ത് മകൻ. സംഗീതയ്ക്ക് 2 പെൺകുട്ടികള്. മരുമകൻ ആർക്കിടെക്റ്റാണ് ചന്ദ്രൻ. സംഗീത ദേവദത്ത. ആൺകുട്ടി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഈ പേര് ദേവദത്തൻ ഇടാന്ന് ചോദിച്ചപ്പോ ദേവദത്തയായി. അപ്പൊ അത് നന്നായിട്ട് പാടുന്നു. അമൃത സ്കൂളിൽ 10ലും 6ലും പഠിക്കുന്നു. മകന് 2 മക്കള്. മൂത്തത് ആൺകുട്ടി ഗോകുലം ഗോപാലിന്റെ സ്കൂളില് പഴുവില് 3ാം ക്ലാസ്സില്. മരുമകൾ താഴെയുള്ളത് UKG. മരുമകള് MKB ആയിട്ടാണ്. അവള് ഷാർജയിൽ 3 കൊല്ലം ജോലി ചെയ്തു. മകൻ അവിടെയാണ്. ഇപ്പൊ മരുമകളും കുട്ടികളും വീട്ടിൽ വന്നു. ഇപ്പൊ എന്റെ കൂടെ നമുക്ക് വീട്ടിലിപ്പോ ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ. പാടുവാനായി വന്നു നിന്റെ പാടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാം വീണയിൽ പൊന്നിഴ പാകി വീട്ടിടുന്ന പാടുവാനായി വന്നു നിന്റെ പാടി വാതിൽക്കൽ. മാഷേ, ഇത് ഡൗൺ മെമ്മറി ലൈൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റാണ്. ഇതിൽ കടന്നു വന്ന വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. അപ്പം മാസ്റ്റർ സംഗീത യാത്രയിൽ മാസ്റ്റർ കുറേ മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മാസ്റ്ററിൻ്റെ അഭിപ്രായം 1-2 വാക്കിൽ പറയാം. യേശുദാസ് സാറിനെ കുറിച്ചിട്ടുള്ള അല്ല, യേശുദാസ് സാറിനെ കുറിച്ച് എന്താ പറയുന്നത്? മലയാളത്തിന്റെ അഭിമാനം, ഗാനഗന്ധർവൻ. ഇങ്ങനൊരു പാട്ടുകാരൻ നമുക്കുണ്ടായതും അദ്ദേഹം ഉള്ള കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയതും അദ്ദേഹത്തിന് എന്തെങ്കിലും പാട്ടുകൾ നമ്മളെ പാടിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിൽക്കുന്നു, ആൾ പാടി തന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കണക്കാക്കുക. അതിലേറെ അദ്ദേഹം ഉള്ള കാലത്ത് നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റി, നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ള മഹാസംഭവമാണ്. മാഷേ, ഇപ്പോൾ ദാസേട്ടൻ കഴിഞ്ഞ പിന്നെ അടുത്തുള്ള ജയചന്ദ്രൻ എന്നുള്ള പാട്ടുകാരനാണ്. ജയചന്ദ്രൻ സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജയചന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരൻ എൻ്റെ നൈബറാണ്. എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടിയും ആറാട്ടുകയും 10 കിലോമീറ്ററാണ് ദൂരം. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള പാട്ടുകൾക്ക് ദാസേട്ടനോടൊപ്പം പാടി നിന്ന് ആ കാലഘട്ടത്തിൽ ദാസേട്ടന് ഇവർ 2 പേരും മത്സരിച്ച ആൾക്കാരാണ്. യൂത്ത് ഹോസ്റ്റൽ മൃദംഗവും വായ്പാട്ടും. ആ കാലഘട്ടം മുതൽ നമുക്ക് ജയേട്ടന് ആരാധനകളാണ്. അങ്ങൊരു മലയാളത്തിൽ അങ്ങോർക്ക് അങ്ങോരുടെ സ്വന്തമായൊരു ശൈലിയിൽ പാടിയതാണ് അങ്ങോര നിലനിൽപ്പ്. യേശുദാസ് കഴിഞ്ഞാൽ ജയചന്ദ്രൻ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? 2 പേരും നിൽക്കുമ്പോൾ 2 തരത്തിൽ മാറി നിൽക്കുക. പാട്ടിൻ്റെ രീതിയിൽ ദാസേട്ടൻ പാടുന്നതും ജയേട്ടൻ പാടുന്നതും 2 തന്നെയാണ്. ആ ഐഡന്റിറ്റിയാണ് 2 പേരും നിലനിർത്തുന്നത്. എത്ര കൊല്ലമായി, ഇത്രയും കാലമായിട്ട് ഇന്നും നിലനിൽക്കുക. 74 വയസ്സ് കഴിഞ്ഞ ആളാ. അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഒരു വക പ്രശ്നം
ചെറുപ്പക്കാർക്കും പറ്റും, ഏതൊരാൾക്കും കേട്ടാൽ മനസ്സിലാവുന്ന പാട്ടിൽ നിൽക്കല്ലേ. പക്ഷേ എം ജയചന്ദ്രൻ മ്യൂസിക് ഡയറക്ടറായിട്ട് കണ്ണുനട്ട് കാത്തിരുന്നിട്ടെന്നുള്ള ഒരു പാട്ട് അങ്ങ് പറയാം, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അതിപ്പം നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിൽ ഇപ്പം 1ാം സ്ഥാനത്തെന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വകതിരിവോട് കൂടിയിട്ട് പാട്ടുണ്ടാക്കുക. ഈ പാട്ടുകൾ നല്ല രീതിയിലുള്ള മെലഡികൾ ഉണ്ടാക്കി ഇപ്പോൾ നമുക്ക് തരുന്നതൊക്കെ എം ജയചന്ദ്രൻ. ഞാൻ കുട്ടനാ വിളിക്കുക, കുട്ടനാണ്. എല്ലാ പാട്ടുകൾക്കും നല്ലൊരു പുതുമയുണ്ട്, നല്ല പുതുമയുണ്ട്, മെലഡി. അത് കർണാടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടും മൂപ്പരാണെങ്കിൽ നല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അപ്പൊ ഈ ഇന്നത്തെ ടെക്നോളജി എല്ലാം തിരിച്ചറിയുന്ന ഒരാള് വകതിരിവോട് എടുത്ത് കാര്യം ചെയ്യാൻ പറ്റും. പുതിയ ടെക്നോളജി അറിയാം, ആ ഒരു വിവരം, പിന്നെ സംഗീതത്തിന്റെ നല്ല ബാക്കിംഗ്. അതുകൊണ്ട് പാട്ടുണ്ടാക്കുന്നതും പാട്ടിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മാഷേ, കുറെ ഭക്തിഗാനങ്ങൾ മാഷി ചെയ്തിട്ടുണ്ട്. അതില് നീലകളസ്ഥലം ഭസ്മാലവിധം എന്നുള്ള പാട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ മാഷേ? അല്ല, അത് വോളിയം 7 അയ്യപ്പൻ, അത് വളരെ നല്ല പാട്ടുകളാണ്. ഒരുപാട് പാട്ടുകൾ കുടപ്പനകുന്ന് ഹരി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് നല്ലൊരു ദാസേട്ടൻ തന്നെ എല്ലാ പാട്ടും പാടണേ. അത് വളരെ പോപ്പുലറായി, ഇന്നും അത് ആൾക്കാർക്ക് ശ്രദ്ധയിലുള്ളതാണ്. ഒന്നല്ല 100 പൊന്നമ്പരം. അത് അതേമാതിരി തന്നെ കാശിനാഥനെ വണങ്ങാനായില്ല, വിഷ്ണുമായിൽ പിറന്നവനെ, നീലകളസ്ഥലം, ഇതൊക്കെ അതിന് പെടുന്ന പാട്ടുകളാ. അതിഗംഭീര വർക്കായിരുന്നു. അതൊക്കെ ദാസേട്ടൻ പാടുന്നു. അതിന് അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുറേ കാലമായില്ലേ, അപ്പൊ അതിന്റെ ഒരു സുഖം ഇപ്പൊ കേൾക്കുമ്പോഴും എന്തൊരു സുഖമാണ് ആ പാട്ട്. പക്ഷെ ഇപ്പൊ സമീപകാലത്ത് മാഷ് കുറെ സംവിധായകരുടെ കീഴിൽ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഓർഡിനറി എന്ന് പറഞ്ഞ പടത്തില് വിദ്യാസാഗറിന്റെ ഇതില് നല്ലൊരു ഫോക്ക് സോങ് പാടിയിട്ടുണ്ട്. അപ്പൊ കുറെ പാട്ടുകൾ, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റും മാഷെ? ഓർഡിനറിയിൽ പാടി, എം ജയത്തിന്റെ പടത്തില് ഈ കണ്ണുനട്ട് പാടി. പിന്നെ ഇന്ദ്രൻസിന് ഇപ്പൊ അവാർഡ് കിട്ടിയ, ഈ സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് കിട്ടിയ പടത്തിൽ പാടി. അതില് നമ്മുടെ തിരുവനന്തപുരത്തുള്ള റോണി റാഫേൽ എന്ന് പറഞ്ഞ ഒരു സംഗീതത്തിനാണ് പാട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല പാട്ടാണ്. ഇന്ദ്രൻസിന് അവാർഡ് കിട്ടി. അർജുന മാഷ പാട്ട് പാടി, 2 പടത്തിലേക്ക് പാടുന്നു. പിന്നെ ഗോപിസുന്ദറിന്റെ പാടി, വിജിബാലിന് പാടിയിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ പുതിയ പടം വരുന്നു, മാമാങ്കം. അത് എം ജയന്റെ ഗംഭീര പാട്ടാ പാടിയിട്ടുണ്ട്. മറ്റൊരു പാട്ട് ആദർശയുടെ പാട്ട് പാടിയിട്ടുണ്ട്, ദുൽഖറിന്റെ, അതും വരാമോടതാ. പിന്നെ വേറൊരു സിനിമയുടെ ദുബായിൽ നടക്കുന്നുണ്ട്. ഇപ്പോ ഷൂട്ട് കഴിഞ്ഞു, അവിടുത്തെ കഴിഞ്ഞു, ഇനിയിപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. സംഗീതം ഒരു പുതിയ ആളാ. അങ്ങനെ പല ആൾക്കാരും പാടാനായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ആൽബങ്ങൾ കുറെ പാടിയിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 4000-ഓളം പാട്ട് ആൽബങ്ങളിൽ മാത്രം ധാരാളുണ്ട്. എനിക്കിപ്പോ അറിയില്ല, പക്ഷെ എന്റെ കൈവശമില്ല. മാഷെ, ഇപ്പൊ നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറില് മാഷയുടെ ഒരു ബുക്ക്, പേര് കൽപ്പാന്ത കാലത്തോളം, മാഷയുടെ ഒരു ജീവചരിത്രം പോലെ അല്ലെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജീവചരിത്രം അവിടെ പ്രകാശനം ചെയ്തു. അത് മലയാളികൾക്ക് എന്നാ കിട്ടുക? നവംബർ 10-ാം തീയതി ചെയ്തു. അതിപ്പോ എല്ലാ സ്ഥലത്തും ഈ ഡിസംബർ 15-ാം തീയതി തൃശ്ശൂർ സാഹിത്യക്കടവില് നമ്മുടെ മലയാളത്തിന്റെ പ്രകാശനം ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് ആൾക്കാരെ പങ്കെടുക്കുന്നുണ്ട്. മാഷെ, വളർന്നു വരുന്ന ഈ തലമുറയിലെ പാട്ടുകാരോട്, പഠിച്ചു വരുന്ന കുട്ടികളോട് മാഷക്ക് ഗുരു എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയുന്നതും എന്നും ഓർമ്മയൊക്കെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ മനസ്സിലുള്ളതും ഒരു കാര്യം തന്നെയുള്ളൂ. സംഗീതം എന്ന വിഷയം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എന്താണോ കലാപരമായ കാര്യങ്ങൾ നമുക്കുള്ളതെങ്കിൽ, നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഉന്നതന്മാരായിട്ട് വരണം. പക്ഷെ സംസ്കാരമുള്ളവരാകുക. മലയാളികളാണെന്നുള്ള അഹങ്കാരമല്ല വേണ്ടത്, മലയാളികളാണ് നമ്മളെന്നുള്ള ആ മാതൃസ്നേഹം, അഭിമാനവും മാതൃസ്നേഹവും. മാഷെ, മലയാള സംഗീത ശാഖയിൽ എങ്ങനെ അറിയപ്പെടണം എന്നാണ് മാഷിന്റെ ആഗ്രഹം? വലിയ കൊട്ടിഘോഷങ്ങളും അട്ടഹാസങ്ങളൊന്നും ഇല്ലാണ്ട് ശുദ്ധമായ കുറേ പാട്ടുകൾ ഉണ്ടാക്കി തന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിലുള്ള പാട്ടുകളെ നിലനിൽക്കുന്ന പാട്ടുകളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ അനവധി ഉള്ളപ്പോൾ എനിക്കത് മാത്രം ആശ്വാസമാണ്. കൽപ്പാന്ത കാലത്തോളം കാതരേ മുന്നിൽ കൽഹാരവുമായി നിൽക്കും,
കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. മാഷെ, ഇത്രയും നേരം കൈരളി ചാനലിന് വേണ്ടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എൻ്റെ പേരിലും കൈരളി ചാനലിൻ്റെ പേരിലും ഉള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നമസ്കാരം.